നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ മാത്രം സുഹൃത്തുക്കളെ കണ്ടെത്തുക. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നുപോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. ഇന്ന് ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയ ആണോ നടക്കുന്നത്, അതുതന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത്. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണം എന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും. ചിലത് നമ്മൾക്ക് സന്തോഷവും നൽകും, ചിലത് നമ്മൾക്ക് ദുഃഖവും നൽകും. ഏതു കാര്യത്തെ സംബന്ധിച്ചും മനുഷ്യർക്ക് 2-3 നിലകളുണ്ടല്ലോ. കമ്പം, ആവേശം, ആത്മസമർപ്പണം എന്നിങ്ങനെ. കമ്പക്കാർ ആഘാതമേൽക്കുമ്പോൾ പിന്മാറും. ആവേശക്കാർ മുന്നേറി അപകടത്തിൽ ചെന്ന് ചാടും. ആത്മാർപ്പണം ചെയ്തവർ പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. കാരണം നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശിഷ്ടകാലം ജീവിക്കാനുള്ളതും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. ജീവിത വിജയത്തിന് ചില പാഠങ്ങൾ. നിങ്ങളുടെ സൗന്ദര്യം, നിറം, ഉയരം ഇവയൊക്കെ വിജയത്തിന് 1%, ബാക്കി 99% നിങ്ങളുടെ അധ്വാനവുമാണ്. എല്ലാം സുഖപ്പെടുത്തുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് സമയമാണ്. സമയം പാഴാക്കിയാൽ വളരെ അധികം കഷ്ടപ്പെടും. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. റിസ്ക് എടുക്കാതിരിക്കുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകും. മറ്റുള്ളവരുടെ ഉപദേശം ചെവികൊണ്ടാൽ നിങ്ങളുടെ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കും. ഒരിക്കലും പണത്തിനായി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ അധിനിവേശത്തിനായി പ്രവർത്തിക്കുക. പണത്തിനായി പ്രവർത്തിക്കുന്നത് വിജയം കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഒരാളെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയാണ് തിരക്ക്. 2ാം പടിയാണ് അവഗണന. 3ാം പടിയാണ് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നടക്കണം. അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും. നെഞ്ച് പിടഞ്ഞാലും പുഞ്ചിരിച്ചു കൊണ്ടുതന്നെ പിന്തിരിഞ്ഞു നടക്കണം. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോറ്റിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്ത, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത, ആവശ്യങ്ങൾക്ക് മാത്രം ഓടിവരികയും
അത് കഴിയുമ്പോൾ കാണാതാവുകയും ചെയ്യുന്ന മനുഷ്യരെ വിശ്വസിക്കരുത്. കളിപ്പാട്ടത്തിൻ്റെ വില പോലും നൽകാതെ ഒരിക്കൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിനെ മാറ്റി നിർത്താനും കഴിയും. അങ്ങനെ ഒരാളെ മറക്കണം എന്നല്ല, ഓർമ്മകളിൽ പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക. പല വേദനകളും തനിയെ വരുന്നതല്ല, അതിനുള്ള വഴികൾ നമ്മൾ തുറന്നിടുന്നതാണ്. പെട്ടെന്നൊരു ദിവസം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പിന്നീടങ്ങോട്ട് അവർ പടർന്നു പന്തലിക്കും. പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ വേരുകളാൽ ആഴത്തിൽ നമ്മളെ ബന്ധിക്കും. ആരും അല്ലാതിരുന്ന അവർ വേഗത്തിൽ നമ്മുടെ എല്ലാമായി മാറും. സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ തളിച്ച് അവരില്ലാത്ത ലോകം ശൂന്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി നമ്മെ തനിച്ചാക്കി സന്തോഷങ്ങളെയൊക്കെ കീറി മുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ അവർ നമ്മിൽ നിന്ന് മറഞ്ഞു പോകുകയും ചെയ്യും. കാരണം പിറകെ നടന്ന സമയം കളയരുത്. മടുക്കുമ്പോൾ മടങ്ങുന്ന ചിലരുടെ ക്രൂരമായ തമാശയിൽ നമ്മളൊരു കഥാപാത്രമായി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കാത്തിരിക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ. 1. ഉറങ്ങാൻ നിങ്ങൾ ഉറക്കം വരുന്നത് വരെ കാത്തിരിക്കരുത്. 2. വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നത് വരെ കാത്തിരിക്കരുത്. 3. നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കരുത്. ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് പോലും നുണ പറയാൻ കഴിയും. ഉറ്റ ചങ്ങാതി പോലും ചിലപ്പോൾ മാറിയേക്കാം. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് കരുതുന്ന ആൾക്ക് പോലും വഞ്ചിക്കാൻ കഴിയും. ഏറ്റവും ശക്തമായ സൗഹൃദങ്ങൾ പോലും തകർന്നു പോയേക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും ഇല്ലാതെ ആയേക്കാം. ചിന്തിക്കാൻ വിഷമമുണ്ട്, അംഗീകരിക്കാൻ പ്രയാസമാണ്, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഏത് സ്ത്രീയുമായാണ് ഒരു പുരുഷൻ കൂടുതൽ ഇടപഴകുന്നത്, ആ സ്ത്രീയുടെ തലത്തിലേക്ക് അയാളും എത്തപ്പെടും എന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവർക്ക് നിങ്ങൾ എന്താണ് എന്നത് അറിയില്ല. അവർക്ക് അറിയുന്നത് ബാഹ്യമായ ചിലത് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. പരിശ്രമിക്കണം എന്ന് മാത്രം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ ഒരിക്കലും പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ഒരുപാട് ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക എന്നതാണ് പ്രധാനം. ജീവിച്ചിരുന്നത് എങ്ങനെയെന്ന തെളിവ് അവശേഷിപ്പിക്കുക. അതിന് വലിയ നിർമ്മിതികളുടെ ആവശ്യമൊന്നും തന്നെയില്ല. സമൂഹമധ്യത്തിൽ സ്നേഹം നിറച്ചു കൊണ്ടായാലും മതി. അത് തന്നെ ജീവിച്ചിരുന്നു എന്നതിനുള്ള വലിയ തെളിവ് തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.